നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു ഉണ്ടായിട്ടുണ്ടായത്. നമ്മുടെ വീടിൻ്റെ മുകളിൽ 3 പൂച്ചക്കുഞ്ഞുങ്ങളും അതിൻ്റെ അമ്മ പൂച്ചയുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരമായിട്ട് ഒരു പൂച്ചക്കുഞ്ഞിൻ്റെ കരച്ചിൽ ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ട്. ബീനിയും അവിടെ കിടന്ന് കുരയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്താന്ന് നോക്കിയോ അവസാനം കാവ്യയും അമ്മയും കൂടെ നോക്കിയപ്പോഴത്തേക്കുമാണ് ഇത് തൂണിൻ്റെ അകത്തുനിന്നാണ് ഈ സൗണ്ട് കേൾക്കുന്നതെന്ന് മനസ്സിലായത്. ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ശരിയാണ് ഗൈസ്, ഈ തൂണിൻ്റെ അകത്തുനിന്നാണ് സൗണ്ട് കേൾക്കുന്നത്. ഇതെങ്ങനെ തൂണിൻ്റെ അകത്ത് വീണു ഒരു ഐഡിയയും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ നോക്കിയപ്പം പാത്തി വന്നേക്കണതിൻ്റെ സൈഡിലായിട്ട് അത് സീൽ ചെയ്ത് വെച്ചേക്കുക. പാത്തിന് സൈഡിലായിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞ് ഗ്യാപ്പ്. ആ ഗ്യാപ്പ് വഴിയിട്ടാണ് ഇത് അകത്തേക്ക് കയറി തൂണിൻ്റെ അകത്തേക്ക് വീണേന്ന് തോന്നി. പിന്നെ ഒരു ജീവനല്ലേ, നമ്മൾ ഇത് കൺസ്ട്രക്ട് ചെയ്ത ആളെ വിളിച്ചു, ആളുടെ ഒരു പണിക്കാരനെ വിട്ടു. ആൾക്കാരും താങ്ക്സ് വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ പണിക്കാരനെ വിട്ടിട്ടുള്ളതുകൊണ്ട് നമുക്കതിനെ സേവ് ചെയ്യാൻ പറ്റിയത്. എന്നിട്ട് അത് വന്ന് താഴെ കട്ട് ചെയ്തു. ആൾ കുറച്ച് കഷ്ടപ്പെട്ടാണ് അത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, കാരണം പൂച്ചക്കുഞ്ഞകത്തുണ്ട്, അതിന് ഒന്നും പറ്റരുത്. പിന്നെ ആളൊന്ന് മോൾഭാഗം കട്ട് ചെയ്തിട്ട് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് പൊക്കിയാണ് പുറത്തെടുത്തത്. അതിൻ്റെ അമ്മപ്പൂച്ചയാണല്ലോ അവിടെ ഇവിടെ ആയിട്ട് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയുണ്ടായി. അവസാനം അതിനെ പുറത്തെടുത്തു ഗൈസ്. അത് ഭയങ്കരമായിട്ട് പേടിച്ച് നിൽക്കുമായിരുന്നു. അത് പുറത്തേക്ക് ഇറങ്ങി പാടെ ജീവനും കൊണ്ട് ഓടി. പിന്നെ നമ്മളതിനെ പിടിച്ച് അതിൻ്റെ അമ്മപ്പൂച്ചയുടെ അടുത്ത് തന്നെ എത്തിച്ചിട്ടുണ്ട്.